ദിവസം തന്നെ രാഹുൽ ഗാന്ധി കൂടി കേരളത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇന്ന് എത്തുമ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ ദേശീയ നേതാക്കളുടെ വൻനിരയാണ് മണ്ഡലത്തിൽ എത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധിയെ UDF സംസ്ഥാന നേതാക്കൾ സ്വീകരിക്കും. രാവിലെ 10-ന് സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന റോഡ് ഷോയുടെ പര്യടനത്തിന് തുടക്കമാകും. CV അനുമോദ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, രാഹുൽ ഗാന്ധി എത്തുകയാണ്. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം ഈ ഔദ്യോഗികമായുള്ള ഒരു പ്രചാരണ പരിപാടിക്ക് അന്ന് തുടക്കം കുറിച്ചെങ്കിൽ പോലും സജീവമായ പ്രചാരണ പരിപാടികൾ പങ്കെടുക്കുവാൻ വേണ്ടി അദ്ദേഹം ഇന്നാണ് എത്തുന്നത്. അദ്ദേഹത്തോടൊപ്പം ദേശീയ നേതാക്കളുടെ വൻ നിര തന്നെ ഉണ്ട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. വയനാട്ടിൽ ഇന്ന് സുൽത്താൻ ബത്തേരിയിൽ അദ്ദേഹത്തിന് റോഡ് ഷോയോടെ ആരംഭിക്കും. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പരിപാടികൾ ചാർട്ട് ചെയ്തിട്ടുള്ളത്? ഗുഡ് മോർണിംഗ് ആര്യ. ഞാൻ നിൽക്കുന്നത് സുൽത്താൻ ബത്തേരിയിലാണ്. നമുക്കറിയാം രാഹുൽ ഗാന്ധി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി 2 ദിവസമാണ് വയനാട്ടിൽ ചെലവഴിക്കുന്നത്. അതിൽ ആദ്യ ദിവസം അദ്ദേഹം പൂർണ്ണമായിട്ടും വയനാട് ജില്ലയിൽ തന്നെയാണുള്ളത്. ഇന്ന് രാവിലെ അദ്ദേഹം ആദ്യം പോകുന്നത് പക്ഷേ തമിഴ്നാട്ടിലെ നീലഗിരിയിലാണ്. 9:30-ക്ക് അദ്ദേഹം താളൂരിലെത്തി നീലഗിരിയിലെ തേയില പ്ലാന്റേഷനിലെ ജോലിക്കാരുമായിട്ടൊരു സംവാദം അല്ലെങ്കിൽ അവരുമായുള്ളൊരു ഇന്ററാക്ഷനിൽ അദ്ദേഹം ഏർപ്പെടും. അതിനുശേഷം 10:15 അദ്ദേഹം വയനാട്ടിലെത്തുക. സുൽത്താൻ ബത്തേരിയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ റോഡ് ഷോ. ജനസമ്പർക്കം എന്ന് പേരിട്ടുള്ള ഈ റോഡ് ഷോ ഏകദേശം 1 കിലോമീറ്റർ ദൈർഘ്യമുണ്ടാകും. അസംഷൻ ഹോസ്പിറ്റലിന് മുമ്പിൽ നിന്നും കോട്ടക്കുന്ന് വരെയൊക്കെയാണ് അതായത് റോഡ് ഷോയുടെ ദൈർഘ്യമുണ്ടാവുക. അതിനുശേഷം അദ്ദേഹം പുൽപ്പള്ളിയിലേക്ക് പോകും. 11:15 അവിടെയാണ് റോഡ് ഷോ. അതിനുശേഷം മാനന്തവാടി, ഉച്ചയ്ക്ക് 1 മണിക്ക് അദ്ദേഹം മാനന്തവാടി ബിഷപ്പ് ഹൗസിൽ സന്ദർശനം നടത്തും. ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തും. 1:30-ക്ക് അദ്ദേഹം മാനന്തവാടി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചർച്ചിലും സന്ദർശനം നടത്തും. അതിനുശേഷം വെള്ളമുണ്ടയിലാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ. 4 മണിക്ക് പടിഞ്ഞാറേത്തറയിലും റോഡ് ഷോ നടത്തും. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയുടെ ഷെഡ്യൂളുള്ളത്. വൈകുന്നേരം അദ്ദേഹം കോഴിക്കോട് നടക്കുന്ന UDFന്റെ റാലിയിലും യോഗത്തിലും പങ്കെടുക്കുകയും ചെയ്യും. നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആദ്യ ദിവസമായതുകൊണ്ട് തന്നെ ഓരോ മേഖലയിലും പരമാവധി ആളുകളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുക, അവരുമായി സംസാരിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഈ റോഡ് ഷോകൾക്ക് പിന്നിലുള്ളത്. കഴിഞ്ഞ തവണ അദ്ദേഹം പത്രിക സമർപ്പിക്കാൻ വന്നപ്പോൾ കൽപ്പറ്റയിൽ വലിയ ആഘോഷമായിട്ട് വലിയ സ്വീകരണം ആണ് ഏർപ്പാട് ചെയ്തിരുന്നത്. ഈ ഒരു റോഡ് ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത കൊടി തോരണങ്ങൾ, അതായത് ഒരു പാർട്ടിയുടെയും പതാകകൾ ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെയും ഇന്നും അതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നാണ് KPCC ആക്ടിംഗ് പ്രസിഡന്റ് M.M. ഹസൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. രാഹുൽ ഗാന്ധിയുടെ മുഖം മാത്രമേ പ്ലക്കാർഡുകളിൽ ഉണ്ടാവുകയുള്ളൂ. ഒരുപക്ഷെ ബലൂണുകൾ ഉണ്ടാകും. നമുക്കറിയാം കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ തവണ BJP ഈ മുസ്ലിം ലീഗിൻ്റെ പതാകകൾ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ ഉപയോഗിച്ചതിനെ നോർത്ത് ഇന്ത്യയിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ചതും അത് കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാക്കിയൊരു സാഹചര്യവും അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ഇത്തവണ മുൻകരുതലോടെയുള്ള ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി ഇത്തവണ എന്തെല്ലാം കാര്യങ്ങളാകും വോട്ടർമാരോട് പറയുക എന്നതും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യുന്ന പല വിവാദങ്ങളും ഇതിനോടൊപ്പം തന്നെ വയനാട്ടിൽ മറ്റ് സ്ഥാനാർത്ഥികൾ സുരേന്ദ്രനും അനുരാജയും ഉന്നയിച്ചിട്ടുണ്ട്. അതിനോടുള്ള മറുപടി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തും ഉണ്ടാകുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം രാഹുൽ ഗാന്ധിക്കെതിരെ നിശ്ചിതമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രചരണം നടത്തുന്നത്. അപ്പോൾ ആ വിഷയങ്ങളിലൊക്കെ പ്രകടന പത്രികയാവട്ടെ, വയനാട് നേരിടുന്ന പ്രശ്നങ്ങളിലാവട്ടെ, ഇതിലൊക്കെ അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തായിരിക്കും പറയാനുണ്ടാവുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ റോഡ് ഷോയുടെ അവസാനം മാത്രമാണ് അദ്ദേഹം വോട്ടർമാരുമായി അല്പനേരം സംസാരിക്കുക. അതിന് ഇന്ന് വൈകുന്നേരം കോഴിക്കോട് നടക്കുന്ന UDFന്റെ യോഗത്തിലാകാം അല്ലെങ്കിൽ റാലിയിലാകാം അദ്ദേഹത്തിൻ്റെ വിശദമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗം ഉണ്ടാവുക. നാളെയും അദ്ദേഹം വയനാട് മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണം ഉണ്ടാവുക. എന്താണെങ്കിലും രാഹുലിനെ എതിരേൽക്കുവാൻ വേണ്ടി വയനാട് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. UDFന്റെ ഒരു ശക്തി പ്രകടനമായിട്ട് മറ്റ് മണ്ഡലങ്ങളിലേക്ക് കൂടി രാഹുലിൻ്റെ സാന്നിധ്യം ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രചരണമാണ് ഇവിടെ UDF ഒരുക്കുന്നത്. അദ്ദേഹം രാവിലെ 10:15 ആയിരിക്കും സുൽത്താൻ ബത്തേരിയിൽ പ്രചരണത്തിനായി എത്തുക എന്നുള്ളതാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധി എന്ത് സംസാരിക്കും, ഏതൊക്കെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടും എന്നുള്ള
വലിയ ആകാംക്ഷ രാഷ്ട്രീയ കേരളത്തിനുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമീപകാലത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഈ കൊടി വിവാദം കൂടാതെ ഈ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റത്തെ സംബന്ധിച്ച് NDA സ്ഥാനാർത്ഥി സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകളിലെ അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷ കൂടിയുണ്ട്. ഒപ്പം വയനാട്ടിലേക്ക് എത്തുകയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ ജനകീയ വിഷയമായി മുന്നിലുള്ളത് ഈ വന്യജീവി ആക്രമണവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അത്രത്തോളം ദുസ്സഹമായ ഒരു സാഹചര്യം കൂടി മുന്നിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഹായങ്ങൾ ഏത് തരത്തിൽ, ഇനി മുന്നോട്ടുള്ള നടപടികൾ ഏത് തരത്തിൽ ഉണ്ടാകാം എന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ അടക്കം ഉള്ള വിഷയങ്ങളാകാം രാഹുൽ ഗാന്ധി സംസാരിക്കുക, അല്ലേ? തീർച്ചയായും നമുക്കറിയാം, വയനാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പോൾ വന്യജീവി ആക്രമണം തന്നെയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നിരവധി തവണ ഈ ഒരു സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജീവൻ നഷ്ടമായിട്ടുണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹം ഭാരത് ന്യായ് ജോഡോ യാത്രയ്ക്കിടയിലാണ് യാത്ര നിർത്തിവെച്ച് ആ കാട്ടാന കൊന്ന അജീഷിന്റെ കുടുംബത്തെ സന്ദർശിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തിയത്. രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു സന്ദർശനം വലിയ രാഷ്ട്രീയ നീക്കമായിട്ട് അന്ന് തന്നെ വിലയിരുത്തിയിരുന്നു. അതിന്റെ ഒരു പ്രതിഫലനം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ പ്രചരണത്തിന്റെ സമയത്തും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിയോ മറ്റ് മന്ത്രിമാരോ തിരുവനന്തപുരത്ത് നിന്നോ കോഴിക്കോട് നിന്നോ എത്തുന്നതിനേക്കാൾ മുൻപ് വേഗത്തിൽ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ നിന്നും വയനാട്ടിലെത്തി തങ്ങളുടെ ജനങ്ങൾക്കൊപ്പം നിന്നു എന്ന തരത്തിലുള്ള ഒരു പ്രചാരണമാണ് UDF നടത്തുന്നത്. അത് ജനങ്ങൾക്കിടയിൽ കുറെ കൂടി സ്വീകാര്യമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് പലയിടത്തും പല ഇടങ്ങളിൽ നിന്നുള്ള പ്രതിഫലനമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നീക്കമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അന്നത്തെ സന്ദർശനം. അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് അദ്ദേഹം ഇടപെടുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, മറ്റാരേക്കാൾ കൂടുതൽ രാഹുൽ ഗാന്ധിക്കാണ് ഇതിൽ ചെയ്യാൻ കഴിയുക എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് ഒരു വിശദീകരണം കോൺഗ്രസിന്റെ UDFന്റെ ഭാഗത്തുനിന്നുണ്ട്. അതായത് ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ 5 വർഷത്തെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ശ്രമമാണ്, അദ്ദേഹത്തിന്റെ ശീലമാണ്. അദ്ദേഹം അത് കൃത്യമായി ചെയ്യുന്നു. ദേശീയ നേതാവായിട്ട് പോലും മണ്ഡലത്തിന് ആവശ്യമുള്ള സമയത്തെല്ലാം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അത് പ്രളയത്തിന്റെ സമയമാകട്ടെ, കോവിഡിന്റെ സമയമാകട്ടെ, വന്യജീവി ആക്രമണം രൂക്ഷമായ സമയമാകട്ടെ, രാത്രിയാത്രാ നിരോധനം മുത്തങ്ങയിൽ ഉണ്ടായ സമയമാകട്ടെ, അപ്പോഴെല്ലാം അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് എന്നൊരു സന്ദേശമാണ് UDF നൽകുന്നത്. അതേസമയം തന്നെ ഇടതുപക്ഷവും BJPയും വയനാടിന്റെ വികസനം അതിൽ ഏറെ പിന്നോക്കത്തിലാണ് ഇപ്പോഴും വയനാടുള്ളത്. രാഹുൽ ഗാന്ധിക്ക് ഇക്കാര്യത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ വരുന്നത് കുറവാണ് എന്ന തരത്തിലുള്ള പ്രചാരണമാണ് അഴിച്ചുവിടുന്നത്. എന്ന് തന്നെയാണെങ്കിലും രാഹുൽ ഗാന്ധി എന്ത് പറയുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് വയനാടിന്റെ കാര്യങ്ങൾക്ക് അപ്പുറത്ത് CI അടക്കം ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്ന വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ്, കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് കൂടി അദ്ദേഹത്തിന്റെ ഈ സന്ദർശനത്തിൽ, അദ്ദേഹത്തിന്റെ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കുമെന്ന് തന്നെ വേണം കരുതുവാൻ. ഇത് തന്നെയാണെങ്കിലും രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തുമ്പോൾ അത് ഈ കഴിഞ്ഞ തവണ കൽപ്പറ്റയിൽ നൽകിയ ജനപിന്തുണയുള്ള ഒരു സ്വീകരണത്തെക്കാൾ മികച്ചതാക്കി തീർക്കാനാണ് കോൺഗ്രസിന്റെയും UDFന്റെയും ഭാഗത്തുനിന്നുള്ള ശ്രമം. പ്രത്യേകം ഉള്ള കാര്യം, അദ്ദേഹം ഓരോ മണ്ഡലത്തിലും വോട്ടർമാരെ നേരിട്ടെത്തി വോട്ടഭ്യർത്ഥിക്കാനുള്ള സാഹചര്യം തീർത്തിട്ടുണ്ട് ഈ റോഡ് ഷോയിലൂടെ എന്നുള്ളതാണ്. എന്താണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ അതുതന്നെയാണ് ഇന്ന് വയനാട് കാതോർക്കുന്നത്. മണ്ഡലം നേരിടുന്ന പ്രതിസന്ധികളിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഇതിലൊക്കെ അദ്ദേഹം എന്തു പറയും. ഒപ്പം തന്നെ എതിർ സ്ഥാനാർത്ഥികൾ ഉന്നയിക്കുന്ന വിമർശനങ്ങളിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള മറുപടി ഉണ്ടാകുമോ? സാധാരണ അദ്ദേഹം കേരളത്തിലെ നേതാക്കൾ ഉയർത്തുന്ന വിമർശനങ്ങളിൽ മറുപടി പറയുന്ന ഒരു ശൈലി രാഹുൽ ഗാന്ധിക്കില്ല. വളരെ അപൂർവം മാത്രമായിട്ടാണ് അത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നത്. അദ്ദേഹം കടന്നാക്രമണം നടത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരു കാര്യം വയനാട്ടിൽ മെഡിക്കൽ കോളേജിനോട് സർക്കാർ കാണിക്കുന്ന അവഗണനയാണ്. അതുപോലെ തന്നെ വന്യജീവി ആക്രമണം ഉണ്ടായപ്പോൾ സർക്കാർ സ്വീകരിച്ച നിലപാടിനോടൊക്കെ അദ്ദേഹത്തിന്റെ എതിർപ്പ് അത് തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ അദ്ദേഹം സാധാരണ ഉന്നയിക്കാറില്ല. പക്ഷേ ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അദ്ദേഹം എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ 10:15 അദ്ദേഹം സുൽത്താൻ ബത്തേരിയിൽ ആദ്യ റോഡ് ഷോയിൽ പങ്കെടുക്കും. ആ റോഡ് ഷോ സമാപിക്കുന്ന ഇടത്തായിരിക്കും അദ്ദേഹം വോട്ടർമാരോട് സംവദിക്കുക. തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. വരും മണിക്കൂറുകളിൽ നമുക്ക് അനുമോദിലേക്ക് മടങ്ങിയെത്താം.
തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മണിപ്പൂരിലാണുള്ളത്. ഇംഫാലിൽ ഇന്റർ മണിപ്പൂർ മണ്ഡലത്തിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി തൗനാവോജം വസന്തകുമാർ സിംഗിന് വേണ്ടി പ്രചാരണം നടത്തും. സംഘർഷം നടക്കുന്ന ഇംഫാൽ താഴ്വര ഉൾപ്പെടെ 32 അസംബ്ലി മണ്ഡലങ്ങളാണ് ഇന്നർ ഇംഫാൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ളത്. ഔട്ടർ മണിപ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ നാഗാ പീപ്പിൾസ് ഫ്രണ്ടിന് പിന്തുണ നൽകുകയാണ് ബി.ജെ.പി. ത്രിപുരയിലെ കുമർഘട്ട് മണ്ഡലത്തിലെ പൊതുസമ്മേളനത്തിലും അമിത്ഷാ പങ്കെടുക്കും. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.